നമ്മളെ പഴയ ടയറിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വെട്ടിത്തേഞ്ഞിരിക്കണം. ബ്ലാക്കാണ് ഇരിക്കുന്നത് കേട്ടോ. 150 സൈസ്. നമ്മുടെ ഫ്രണ്ട് ടയർ മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇതാണ് നമ്മുടെ ടയർ കേട്ടോ. ടയർ സൈസ് കാണാൻ പറ്റും 110 70 17 കേട്ടോ. അപ്പോൾ അവർ കുതിപ്പങ്ങ് പോയേട്ടാ. വണ്ടി പക്ക അങ്ങ് സ്റ്റേബിളായി. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ടയർ മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഈ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇപ്പോഴും ത്രെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. സെൻറ്റർ ലൈനും സൈഡിലുള്ള പാറ്റേൺ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വെട്ടിത്തേഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ടയർ ഇരിക്കുന്നത്. ഇത് നമ്മൾ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ടയറിനെ പറ്റി. നമ്മുടെ സീറ്റിൻ്റെ സൂം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ്. ഫ്രണ്ടിൽ 180 17 ബാക്ക് 140 70 17 വരുന്നത്. രണ്ടും നമ്മൾ ഒരുമിച്ചാണ് മാറിയിട്ടുള്ളത്. ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആശാനമെല്ലാം സീറ്റിൻ്റെ സൂം പ്ലസ് ഞാൻ മാറിയിട്ട് ഇപ്പോൾ ഏകദേശം 20,000 പ്ലസ്, അതിൻ്റെ ഒരു ഓർമ്മ ശരിയാണ് 20,500 ഇപ്പോൾ രണ്ട് ടയറും കൂടെ എനിക്ക് ആയിട്ടുണ്ട്. ഇപ്പോഴും ത്രെഡ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ റീൽസൊക്കെ ഇട്ടപ്പോഴത്തേക്കും, അതായത് ഇൻസ്റ്റയിൽ ഇതിൻ്റെ റീൽ ഇട്ടപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസാണ് വന്നേക്കുന്നത് കേട്ടോ. അതായത് ഹാർഡ് റബ്ബറാണ്, ബ്രേക്കിങ്ങൊക്കെ ഭയങ്കര മോശമാണ്, വെറ്റ് ഗ്രിപ്പൊക്കെ ഭയങ്കര മോശമാണ്, മഴയെ തുടങ്ങുന്ന സമയത്ത് ഒട്ടും ഗ്രിപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ലൈഫ് ഉണ്ടല്ലോ, ഒരു നോർമൽ യൂസ് വെച്ച് നോക്കുവാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഈ ടയർ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ നോർമലായിട്ട് യൂസ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഒരു നോർമൽ യൂസ് ഒരു കമ്പ്യൂട്ടർ ബൈക്കിലേക്ക് കൊണ്ട് നടക്കാനാണെങ്കിൽ ഈ ടയർ വേറെ സീനൊന്നുമില്ല. ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടയറിലോട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒരുപാട് പേര് അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് റബ്ബർ ആയതുകൊണ്ട് ഇങ്ങനെ കുതിച്ച് നിൽക്കും. റോഡുമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം ഹാർഡ് ആകുമ്പോഴത്തേക്കും റോഡുമായിട്ടുള്ള കോൺടാക്റ്റ് കുറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഓക്കെ ആയിരുന്നു, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു ടയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ടയർ ഇപ്പോൾ മാറ്റാൻ വേണ്ടി പോവാണ്. ബാക്ക് ടയർ എന്താണ് മാറ്റാതെന്ന് ചോദിച്ചാൽ ബാക്ക് നമ്മളൊരു പേജിൽ നിന്ന് ചെറിയൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു ട്രാക്ക് ടയർ നമുക്ക് ബാക്കിലോട്ട് ഇടാനായിട്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്ര കൺഫേം ആയിട്ടില്ല, ഒരു 90% ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമോ ഇല്ല എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടയറും കൂടെ മാറുന്നതായിരിക്കും. ബാക്ക് ടയർ എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 10,2500 ഓക്കെ ത്രെഡ് കാണാൻ പറ്റി. 20,500 പ്ലസ് കിലോമീറ്റേഴ്സ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ത്രെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ടയറിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിലും ഇട്ടപ്പോഴത്തേക്ക് ഏകദേശം 1,26,000 1,30,000 വ്യൂസോ എത്ര കയറിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ റീൽസ് ഇട്ടപ്പോഴത്തേക്കും അതിനും 67K 67,000 മേലെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ടയർ. അപ്പോൾ ജസ്റ്റ് ഓക്കെയാണ്. നോർമൽ യൂസിന് മാത്രമാണെങ്കിൽ ജസ്റ്റ് വാങ്ങുക നിങ്ങൾ. ബാക്കി ഒരു കോർണറിലൊക്കെ കിടത്തിയൊക്കെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടയറൊന്നുമല്ല, ജസ്റ്റ് ഒരു നോർമൽ ടയർ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാറിയിട്ട് ഒരുപാട് നാളായി, എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമാവും. ഒരുപാട് വർഷമല്ല, ഒരു 1.5-2 വർഷത്തോളം ആവും തോന്നുന്നു ഈ ടയർ ഇട്ടിട്ട്. ഇത് ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ത്രെഡ് കണ്ട ത്രെഡ് കുറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വെട്ടിത്തേഞ്ഞു ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ വെട്ടിത്തേഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ USD4 കൂടെ കയറ്റിയ സമയത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻ റോഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ കിടന്ന് കുതിക്കും കേട്ടോ, ഇങ്ങനെ കിടന്ന് കുതിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് മാറില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടയർ ഫ്രണ്ട് ടയർ നമ്മളിപ്പോൾ മാറുവാണ്. ബാക്ക് ടയർ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ബാക്ക് ഒന്ന് അപ്സൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. മാക്സിമം ഒരു 150 അല്ല 160 നോക്കുന്നുണ്ട്. ഞാൻ പുതിയ ടയർ ഇടുവാണെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ സൂം റാഡക്സ് അല്ലെങ്കിൽ അപ്പോളോ ആൽഫ H1 ഈ രണ്ട് ടയറാണ് നോക്കി വെച്ചേക്കുന്നത്. കുറേ നാൾ മുമ്പ് അതിനെപ്പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഈ ടയർ തീരാത്തതുകൊണ്ടാണ് ഞാൻ ടയർ മാറാത്ത കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ടയർ എന്ന് പറയുന്നത് മിഷലിൻ്റെ ആണ്. ആ ഒരു ടയർ ഒരുപാട് പേരിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ടയർ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. ഒരുപാട് വണ്ടിയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 110 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ 1-2 ദിവസം പല ഷോപ്പിലായിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു. അപ്പോൾ ഏറ്റവും കുറച്ച് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. കല്ലമ്പലത്താണ് സ്പോട്ട് വരുന്നത്. അപ്പോൾ ട്രാക്ക് ടയർ നോക്കായിരുന്നു, വേണമെങ്കിൽ ഫ്രണ്ട് ട്രാക്ക് ടയർ നോക്കായിരുന്നു. പക്ഷേ ട്രാക്ക് ടയർ എനിക്ക് വല്ല വിശ്വാസമില്ല, എനിക്ക് വല്ല താല്പര്യമില്ല എന്ന് ഞാൻ 1-2 വീഡിയോസിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാക്ക് ടയർ നോക്കിയില്ല. ഒരു 1,500 കിട്ടുമെന്ന് തോന്നുന്നു. അതും ഓവർ സൈസ്ഡ് ആണ്. 120 ഒക്കെയാണ് വരുന്നത്. 120 നമ്മുടെ സ്റ്റോക്ക് NSൻ്റെ അലോയിൽ ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഡ്യൂക്കിലൊക്കെയാണ് 120 നല്ലത്. കാരണം അലോയ്ക്ക് വിട്ടുള്ളതുകൊണ്ട് നല്ല സൈസായിട്ട് കിടക്കും. NSൻ്റെ ഈ അലോയുടെ പ്രശ്നം ഏതൊക്കെയോ ഡെയിലി വ്ളോഗിലോ ഏതൊക്കെ വീഡിയോയിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അലോയ്ക്ക് വിട്ട് കുറവാണ്. ഇപ്പോൾ ഡ്യൂക്കിനെ അല്ലെങ്കിൽ R15 യമഹയുടെ ഒക്കെ അലോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ മെയിനായിട്ട് ഡ്യൂക്കിൻ്റെ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഡ്യൂക്കിൻ്റെ അലോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് സൈസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ 120 ഇട്ട് കഴിഞ്ഞാൽ ഇതൊരുമാതിരി ബബിൾ പോലെ ഇങ്ങനെ ഉരുണ്ട് കിടക്കത്തേ ഉള്ളൂ. ഈ ഒരു വിരി വരത്തില്ല.
അപ്പോൾ അതുകൊണ്ട് പിന്നെ ട്രാക്ക് ടയർ ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ലൈഫും കാര്യങ്ങളൊക്കെ കുറവാണ്, എനിക്ക് പൊതുവെ ട്രാക്ക് ടയറിൻ്റെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിഷലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് 2 എന്നും പറഞ്ഞിട്ടൊരു ടയറാണ് നോക്കി വെച്ചേക്കുന്നത്. നല്ല കിടിലൻ ഗ്രിപ്പാണ്, കാണാനും നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ ഈ നെറ്റിലും കുറച്ച് യൂസർ റിവ്യൂവും പിന്നെ യൂട്യൂബിലും കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര നൈസാണ്. വേറെ എല്ലാവരും അത്യാവശ്യം നല്ല കമൻറ്റും നല്ല യൂസർ റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടയർ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഏകദേശം റേറ്റും കാര്യങ്ങളും ഞാൻ ഇനിയിപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ പോകുമ്പോഴുള്ള പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റോഡിൽ കിടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കൈ ഒന്ന് വിട്ട് കാണിച്ചു തരാം കേട്ടോ. വേണ്ട ഇങ്ങനൊരു കുതിപ്പ് വരും ഹാൻഡിൽ കിടന്ന്, കണ്ട ഇങ്ങനൊരു അടി വരും. അത് ടയർ വെട്ടിത്തേഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ അത് മാറ്റില്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. നമ്മൾ ചെറിയ റോഡിലൊന്നും അറിയത്തില്ല. പിന്നെ റോഡും ഭയങ്കര കുതിപ്പുള്ള റോഡാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഇല്ല, കുതിരപ്പുറത്തിരുന്ന് പോകുന്ന അതേ ഒരു ഫീലാണ്. അപ്പോൾ ഈ സാധനം ഒന്ന് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ NSൻ്റെയൊക്കെ സ്റ്റോക്ക് ടയർ സൈസ് വരുന്ന 100 180/17 ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പോൾ കിടക്കുന്ന സിയറ്റും 180/17 കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് 110 അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു അപ്പ് സൈസ് ചെയ്യുന്നുണ്ട്. 120 എന്തായാലും ഇടുന്നില്ല. 120 എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇപ്പം നിലവിലുള്ള ബ്രാൻഡ് ടയേഴ്സ് 120 കിട്ടുമെന്ന് അറിയാൻ വയ്യ. മിഷലിൻ്റെ കിട്ടും, റോഡ് 5 റോഡ് 4 അതൊക്കെ 120 കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ USD കൂടെ കയറ്റിയിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പൊണ്ണൻ ടയറും കൂടെ എടുത്തിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ വലിയ ടയറും കൂടെ എടുത്ത് കൊടുത്താൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 110 അപ്സൈസ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരെടുത്ത് ഞാൻ ചോദിച്ചില്ല ടയർ എങ്ങനെ ഉണ്ടെന്ന്. കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും നൈസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഷോപ്പിൽ പോയിട്ട് ഞാൻ ടയർ ഏതാണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഷോപ്പ് എത്താറായിട്ടുണ്ട്. ഷോപ്പ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സായി ടയേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ ട്രാക്ക് ടയർ കിട്ടുന്ന സായി ടയേഴ്സ് ഈ സൈഡിലായിരുന്നു അവർ. അപ്പോൾ ഈ റോഡ് വീതി കൂട്ടുന്നതിൻ്റെതായിട്ട് അവർ രണ്ടും ഇപ്പോൾ അപ്പുറത്താക്കി കേട്ടോ. അവർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. റൈറ്റ് സൈഡാണ് ഇപ്പോൾ, റൈറ്റ് സൈഡ്. നമുക്ക് പോകാനുള്ള ഷോപ്പ് ആ സൈഡാണ് കേട്ടോ. ഇത് കാണാൻ പറ്റുന്ന ഷോപ്പ് ഭയങ്കര കുതിപ്പ് കേട്ടോ. ഈ ടയർ കുതിപ്പെന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നടന്ന് കുതിക്കും. അതൊക്കെയാണ് പ്രശ്നം. ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അതിൻ്റെ ത്രെഡ് ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ഇനി ഒരു 2500-3000 കിലോമീറ്റർ ഇനി ഓടും. എന്തായാലും മാറ്റിയില്ലെങ്കിൽ സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രാക്ക് ടയർ ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഞാൻ ഒരുമിച്ച് മാറാമെന്നൊക്കെ വിചാരിച്ചത്. ഒറ്റ വീഡിയോയിൽ ഫ്രണ്ടും ബാക്ക് ഞാൻ 150 ഞാൻ പറഞ്ഞല്ലോ, 150 നോക്കി വെച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചൊക്കെ മാറാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ബാക്ക് ടയർ കിടിലൊരു ട്രാക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മിഷലിൻ്റെ എണ്ണയാണ്. അത് കിട്ടുമെന്നത്ര കൺഫേം ആയിട്ടില്ല. അയച്ചുതരാമെന്നൊക്കെ പറഞ്ഞ് മൊണ്ടി കൊട്ടേഷൻ ആവുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. അത് കിട്ടുവാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യാം. നമുക്ക് ആദ്യം ഇത് നോക്കാം. CTA ടയേഴ്സ് എന്നാണ് കേട്ടോ പേര്. ഗൈസ്, ഇപ്പോൾ വണ്ടി കയറ്റി വെച്ച് കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഈ സാധനം കണ്ടാൽ പറയൂ മാറാറായെന്ന്. പക്ഷെ എൻ്റെ ഇതാണ് നമ്മളെ എന്താ ബ്രോ 110 KTM-ൻ്റെ ഒക്കെ ഡോമിനറിനൊക്കെ വരുന്ന പോലെ USD ചെയ്തേക്കണം. നമ്മളിവിടെ സ്പേസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ. അപ്പോൾ അവിടെ നോർമൽ NSൻ്റെ ഒരാളെന്ന് പറഞ്ഞ സാധാ റിംഗ് സെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ USD ഡോമിനൻ്റല്ലേ ചെയ്തേക്കുന്നത്. ഓക്കെ പൈസ. ഇപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ഊരി ടയർ അകത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. അതെ, ഈ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ടയർ. 110 70 17 110 അല്ലേ? ഇപ്പോൾ വീഡിയോയിൽ കാണിക്കട്ടെ ബ്രോ, യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. പൈസ. അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ കേട്ടോ. മിഷലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് 2 എന്നാണ് പേര്. ടയർ സൈസ് കാണാൻ പറ്റും. 110 70 17 കേട്ടോ. അത്യാവശ്യം വിട്ടോടു കൂടെ കിടക്കും. അപ്പോൾ ഇതാണ് സാധനം. രസമുണ്ട് ഇതിൻ്റെ ഗ്രിപ്പൊക്കെ കാണാൻ. അപ്പോൾ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം.
ഗൈസ് നമ്മളെ പഴയ ടയറിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വെട്ടിത്തിരിഞ്ഞിരിക്കണം. എന്താ ബ്രോ UST അത് 20 എല്ലാം കൂടെ ഫിറ്റിംഗ് ഉൾപ്പെടെ. ഫോർക്ക് മാത്രം 9600 ഫ്രഷ് അല്ല യൂസ്ഡാ. ഫ്രഷിന് 19,000 വില വരുന്നുണ്ട്. ഇത് കണ്ട ഇറങ്ങിയും കയറി ഇരിപ്പുണ്ട്. മൊത്തം ഇറങ്ങി കയറി ഇരിക്കുക. ഇതാണ് സാധനം. കണ്ടോ എൻ്റെ ഗ്രിപ്പ് കണ്ടാൽ തോന്നുന്നു ഇനിയും കുറേ ഓടും. പക്ഷേ ഇത് വെച്ചോണ്ട് ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ അവസ്ഥ ഉണ്ടോ ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ. നമ്മളിട്ട മിഷലിൻ പൈലറ്റ് സ്ട്രീറ്റ് 2 എന്ന് പറയുന്ന ഫ്രണ്ട് ടയറാണ്. അതിൻ്റെ ബാക്കാണ് ഇരിക്കുന്നത് കേട്ടോ. 150 സൈസ്. ഇതും നൈസ് ടയറാണ്. നല്ല ലൈഫും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 4 സംതിങ്ങാണ് ഇതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞത്. 150, 60, 17 നല്ല കിടിലൻ ത്രെഡ് ഉണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര രസമുണ്ട്. ചില ഇത് കോംബോ ആയിട്ട് മാറി ഇടുന്ന കണ്ടിട്ടുണ്ട്. ഈ സാധനം ബാക്കും മറ്റേത് നമ്മളിപ്പോൾ എടുത്ത ഫ്രണ്ടും കൂടെ ഒരുമിച്ച് മാറുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതും കുഴപ്പമില്ല കാണാൻ. 150. നമുക്ക് എന്തായാലും അടുത്തത് അപ്പ് സൈസ് ബാക്ക് എന്തായാലും 150 ഇടണം. അപ്പോൾ ആ ഒരു ടയറുണ്ട്. പിന്നെ നമ്മൾ സിയറ്റിൻ്റെ സൂം റാഡക്സ് ആണ് ഞാൻ നോക്കി വെച്ചിരുന്നല്ലേ, അപ്പോളോ ആൽഫ H1. ആ ടയർ ഇവിടെ കാണാനില്ല കേട്ടോ. ഇനി വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. വേറെ ഏതൊക്കെ ടയറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറി മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കുതിപ്പങ്ങ് പോയട്ടോ. വണ്ടി പക്ക അങ്ങ് സ്റ്റേബിളായി. കുതിപ്പെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കുതിപ്പായിരുന്നു ആ ടയർ. മാറിയപ്പോഴത്തേക്കും നമ്മളെ ഫോർക്കും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും സ്മൂത്തായിട്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ പുത്തൻ ടയറാണ്. കുറച്ചുകൂടെ ഒരു 100 കിലോമീറ്ററൊക്കെ ഓടി കുറച്ചൊന്ന് തേഞ്ഞാലേ അതിൻ്റെ ഒരു കറക്റ്റ് റോഡുമായിട്ടുള്ള കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. എന്നാലും ഓക്കെ, ആ ഒരു കുതിപ്പങ്ങ് മാറി കേട്ടോ. ഒക്കെ സ്റ്റേബിളായി, കുറച്ചുകൂടെ സ്മൂത്തായി ടയറല്ല വണ്ടി. നമ്മുടെ ഡോമിനാറിൻ്റെ ഫോർക്ക് ഭയങ്കര ഹാർഡാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഹാർഡൊന്നുമില്ല, പറഞ്ഞ അത്രയും ഹാർഡൊന്നുമില്ല. പറയുന്നവർക്ക് എന്തും പറയാമല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ്. ജസ്റ്റ് ഒരു ഒഴിഞ്ഞ സ്ഥലം എത്തുമ്പോൾ നമ്മൾ ടയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു കുതിപ്പങ്ങ് മാറി. അത് തന്നെയായിരുന്നു കേട്ടോ മെയിൻ. പിന്നെ ഇതിന് നല്ല വെറ്റും ഡ്രൈ ഗ്രിപ്പൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇതിൻ്റെ യൂസർ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല വെറ്റ് ഗ്രിപ്പും നല്ല ഡ്രൈ ഗ്രിപ്പൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. കോർണറൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു 100 കിലോമീറ്ററൊക്കെ മര്യാദയ്ക്ക് ഓടിച്ചൊന്ന് ടയറൊന്ന് തേഞ്ഞതിന് ശേഷം നൈസായിട്ടൊന്ന് കോർണറൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്ക് ഉടനെ ബാക്കും കൂടെ മാറണം. ബാക്കും ഈ പറഞ്ഞ പോലെ അധികം തേഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ടയർ ഓക്കെയാണ്. കുറച്ചുകൂടെയൊക്കെ കിട്ടും. എന്തായാലും ഒന്ന് അപ്സൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടി ഇത്രയും പണി ഇറക്കിയിട്ട് ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും വണ്ടി കാണാൻ ഒരു സുഖമില്ല കേട്ടോ. വണ്ടി ഭയങ്കര നൈസാണ്, പക്ഷേ ടയർ സൈസ് കാണുമ്പോഴത്തേക്കും ഭയങ്കര ചെറുതാണ്. പക്ഷേ ഇതാണ് നൈസ്. ഒന്നാമതിപ്പോൾ UST ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് വലിയ സൈസ് കയറ്റിയാലും വെയിറ്റിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 150 മാക്സിമം, അതിൽ കൂടുതൽ ഞാൻ നോക്കുന്നില്ല. ഇപ്പോൾ ട്രാക്കായാലും 150 ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 160. 150 നല്ലൊരു സിയറ്റോ അല്ലെങ്കിൽ അപ്പോളോ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മുടെ ടയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ. 110 ഇട്ടിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒരു വിരിവില്ല കേട്ടോ. അത് ഈ അലോയിയുടെ പ്രശ്നമാണ്. NS ഒക്കെ ഇറങ്ങിയപ്പോൾ അന്നോട്ടേ ഉള്ള അലോയി തന്നെയാണ് ഇന്ന് വരെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഡ്യൂക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ വിട്ടുള്ള അലോയി ആണെങ്കിൽ ഈ ടയർ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് ഒന്ന് കോർണറായിരുന്നു കോണിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അലോയി ഒന്ന് വിട്ടുണ്ടായിരുന്ന സാധനം കുറച്ചൊരു ഫ്ലാറ്റായിട്ട് ഇട്ടാണ് കുറച്ച് രസമായിരുന്നു കാണാൻ. നമ്മൾ ഈ 250യുടെ മഡ്ഗാർഡിലൊക്കെ ആ സാധനം കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സ്റ്റോക്ക് അലോയിൽ തന്നെ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ കിട്ടത്തുള്ളൂ. ഈ സെയിം ടയർ എടുത്ത് ഡ്യൂക്കിൻ്റെ അലോയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വിട്ട് തോന്നിക്കും കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. അതെ 110, 70, 17 മിഷലിൻ. നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ കിട്ടുമെന്നൊക്കെ നോക്കാം. ഈ ഒരു ടയർ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പല വണ്ടിയിൽ ഈ ടയർ ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ ത്രെഡ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതേണ്ട നല്ല രസമാണ് കാണാൻ, നല്ല ത്രെഡുമാണ്. ഭയങ്കര രസമാണ് ടയറിൻ്റെ ത്രെഡ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടയർ തന്നെ ചൂസ് ചെയ്തത്. നമ്മുടെ മറ്റേ ടയർ 19,300 എനിക്ക് സ്റ്റോക്ക്, അതായത് 19,300 വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു MRFിന് ടയർ കിട്ടിയത്. അപ്പോൾ 19,300 ആ ഒരു ടയർ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയെന്ന് കാണിച്ചു തരാം. 40,495 ഇപ്പോഴത്തെ ഓടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ 40,495 മൈനസ് 19,300 21 195 നമുക്ക് ആ ഒരു ടയർ കിട്ടിയായിരുന്നു കേട്ടോ. അതായത് മാറിയ ടയർ 21,195. ആ സെയിം ടയർ തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടയറിൻ്റെയും ഇനിയിപ്പോൾ ലൈഫും കാര്യങ്ങളും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് കൂട്ടി വയ്ക്കാറുണ്ട് കേട്ടോ, എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട്. എഞ്ചിൻ ഓയിൽ, ടയറിൻ്റെ ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാറുണ്ട്. കാരണം എത്ര കിട്ടി, എത്ര ലൈഫ് കിട്ടിയെന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ നൈട്രജനാണ് അടിച്ചേക്കുന്നത്. ബാക്കിൽ മച്ചാൻ നൈട്രജൻ അടിച്ച് തരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാനും വിട്ടുപോയി, മച്ചാനും വിട്ടുപോയി. അപ്പോൾ നൈട്രജൻ
നൈട്രജനാണ് ഇപ്പോൾ ഫ്രണ്ട് കിടക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ ലൈഫ് കിട്ടും കേട്ടോ. നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നൈട്രജനാണ് ടയറിലുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ടയർ കൂളായിരിക്കും, അതായത് ഹീറ്റ് കുറവായിരിക്കും, കുറച്ചുകൂടെ ഹീറ്റൊക്കെ മാനേജ് ചെയ്യും കേട്ടോ. പൊതുവേ കമ്പാരിറ്റീവ്ലി ഹീറ്റ് കുറച്ച് കുറയ്ക്കും നമ്മൾ നൈട്രജൻ ആണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ട്രൈ ആണ്, നൈട്രജൻ ഇതിന് മുമ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എത്ര ഈ ടയറിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. 100 കിലോമീറ്ററൊക്കെ ഒന്ന് ഓടി ഒന്ന് സെറ്റ് ആയാലും ഇതിൻ്റെ ഒരു കറക്റ്റ് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കോർണർ ചെയ്യുമ്പോൾ ഉള്ള ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട്, ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ്, ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ടയർ യൂസ് ചെയ്തതിൻ്റെ യൂസർ റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ടയർ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിലിട്ട് കാണുന്നവരേക്കും ബൈ.